ചെളിക്കുണ്ടിലെ ഞാറ് പോലെ ആയിരിക്കുന്ന നിൻ്റെ ജീവിതത്തെ യേശു ആകാശത്തിലെ നക്ഷത്രം പോലെയാക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൊഫസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ദിവസനിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം അതേ അവസ്ഥയിലായിരിക്കുന്ന ചെളിക്കുണ്ടിലെ ഞാറ് പോലെ. ഞാറ് പ്രയോജനമുള്ളതാണ്. അതിൽ നിന്ന് കിട്ടുന്ന ധാന്യമാണ് അരിയോ ഗോതമ്പോ ഒക്കെ ആക്കി മാറ്റുന്നത്, നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്നത്. പക്ഷേ ചെളിക്കുണ്ടിലെ ഞാറ് അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് നടുന്നവനോ അതേക്കൊണ്ട് ഉപജീവിക്കണമെന്ന് കരുതുന്നവനോ പ്രയോജനമില്ല. വല്ല പക്ഷിയോ പറവയൊക്കെ കൊത്തിക്കൊണ്ട് പോകും, അതല്ലാതെ വേറൊരു ഉപയോഗവുമില്ല. അങ്ങനെ ഉപയോഗമില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞായിരിക്കുന്ന ചിലർ, നിങ്ങൾക്കൊപ്പമുള്ളവരുടെ വാക്കുകളിൽ നിന്നാകാം, അവരുടെ സമീപനത്തിൽ നിന്നാകാം. പലരുടെ സമീപനം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അല്ലേ? ഒരിക്കലൊരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചപ്പോൾ താൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: പാസ്റ്ററേ, എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാനൊരു ഭവനത്തിലേക്ക് വന്നു. വളരെ നല്ലൊരു ഭവനം, നല്ല ആൾക്കാർ, ഭർത്താവ് ഭയങ്കര സ്നേഹമാണ്, വീട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എൻ്റെ വാക്കുകൾക്ക് അതിനകത്തൊരു വിലയുമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും ചിരിച്ച് അതിനെ അങ്ങ് ഒരു തമാശ പോലെ ആക്കി കളഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ടായിരിക്കും പാസ്റ്ററെ പറയുന്നത്. ഞാൻ നല്ലപോലെ ആലോചിച്ച് എൻ്റെ ഭർത്താവും ബന്ധുക്കളും ഒക്കെ എന്തെങ്കിലും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് എൻ്റെ അഭിപ്രായം പറയാം. അപ്പോഴവർ ചിരിക്കും, ഞാനൊരു തമാശ പറഞ്ഞതുപോലെ. അപ്പോൾ ആ ചിരി നിർത്തത്തില്ല. ചിലപ്പോൾ എൻ്റെ ഭർത്താവ് രാത്രി ബെഡ്റൂമിൽ വരുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യം തമാശയെന്ന് ഓർത്ത് ചിരിക്കുന്നത് എനിക്ക് കേൾക്കാം. ഞാനും അപ്പോൾ കൂടെ ചിരിക്കും. പക്ഷേ പാസ്റ്റർ, എൻ്റെ ഉള്ളിനകത്ത് ഒരു ഭയങ്കരമായൊരു വേദന, ഒരു ഭാരമാണ്, ഒരു മുള്ളു കുത്തിയിറക്കുന്നത് പോലെ. ദിവസങ്ങൾ കഴിയണം അതിൻ്റേത് മാറാനായിട്ട്. അപ്പം ഞാൻ തീരുമാനം എടുക്കും, പാസ്റ്ററെ, ഞാനിനി ഒരു അഭിപ്രായവും പറയത്തില്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ പാസ്റ്ററെ, നമ്മൾ അഭിപ്രായം പറഞ്ഞു പോകത്തില്ലേ? ആ സഹോദരി വീണ്ടും അഭിപ്രായം പറയും, വീണ്ടും പരിഹസിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇവളൊരു പ്രയോജനമില്ല, ചുമ്മാ ഒരു ഭാര്യയായിട്ട് അങ്ങനെ അവിടെ. അതിലപ്പുറം ഇവളുടെ അഭിപ്രായമൊന്നും കാര്യമാക്കേണ്ടതില്ല. അങ്ങനെ കാര്യഗൗരവത്തോടെ ഒരു കാര്യത്തെ സമീപിക്കുവാനോ അഭിപ്രായം പറയുവാനോ കഴിവുള്ളവളല്ല ഇവളെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് ആ സമീപനം ഇവിടെ വല്ലാതെ സങ്കടപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. ആ ദിവസങ്ങൾ പ്രൊഫസർ ഫാമിലിയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ധാരാളം സമയം ആ സഹോദരിക്ക് കിട്ടി. ലോകത്തിൽ പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ, ലോകത്തിന് നമ്മൾ വിലയില്ലാത്തതായി തീരുമ്പോൾ പലരും അറിയാത്തൊരു സത്യമുണ്ട്: നമ്മളധികം കർത്താവിനോട് അടുക്കും. കേട്ടോ, പലപ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്, നമ്മളധികം കർത്താവിനോട് അടുക്കണമെന്ന്. ആ സഹോദരി തുടർമാനമായ പ്രാർത്ഥനകളും ഉപവാസവും നല്ലവണ്ണം ദൈവത്തോട് അടുത്ത് താൻ ആ സമയങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്: പാസ്റ്ററെ, ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് മുന്നേറി. ആ സമയത്താണ് പ്രൊഫസർ ഫാമിലിക്കൊപ്പമുള്ള ഉപവാസ പ്രാർത്ഥനകളിലാണ് താൻ അഭിഷേകം പ്രാപിക്കുന്നത്. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ തൻ്റെ മുറിക്കകത്താണ്. ഭയങ്കരമായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ സാക്ഷ്യമുള്ള സഹോദരിയാണ്. തൻ്റെ മുറിക്കകത്ത് താൻ അഭിഷേകം പ്രാപിച്ചു. തൻ്റെ മുറിക്കകത്ത് താൻ അന്യഭാഷയിൽ ദൈവത്തെ മണിക്കൂറുകളോളം ആരാധിക്കുന്ന അനുഭവമുണ്ടായി. ദിവസങ്ങൾ അല്ല, ഏകദേശം വർഷങ്ങളാകുന്നു. ഇപ്പോൾ ഈയിടയ്ക്കും ആ സഹോദരി വിളിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്: പാസ്റ്ററെ, പഴയ കാര്യങ്ങളെല്ലാം മാറി കേട്ടോ. ഇപ്പോൾ ആ വീട്ടിൽ ഏറ്റവും വിലയുള്ള വാക്കുകൾ എൻ്റേതാണ്. ഞാൻ പറയുന്ന വാക്കുകളാണ് ആ വീട്ടിലെ അവസാനത്തെ വാക്ക്. അപ്പോൾ നമ്മളിങ്ങനെ, ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, അപ്പോൾ ലോകത്തിന് സിസ്റ്ററുടെ വാക്ക് വിലയുള്ളതായപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായല്ലേ അന്ന് സിസ്റ്ററുടെ വാക്ക് വിലയുള്ളത് ആണ് എന്ന്. അങ്ങനെ വിലയുള്ളതായി മാറുവാനുള്ള കാരണം, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് പുള്ളിക്കാരി അവരുടെ കുടുംബത്തിലേക്ക് ഒരു ഇത് വെച്ചിട്ട് ഒരു സീറ്റ് കിട്ടി. അങ്ങനെ അവിടുത്തെ മെമ്പറും അടുത്തൊരു പോസ്റ്റും പുള്ളിക്കാരിക്ക് കിട്ടി. അപ്പോൾ അതേ തുടർന്ന് നാട്ടുകാർക്ക് വില കിട്ടി, അതുപോലെ വീട്ടുകാർക്കുമൊക്കെ വില കിട്ടി. അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ വാക്ക് കേൾക്കുവാൻ മറ്റുള്ളവർ തയ്യാറായി, വീട്ടുകാർ തയ്യാറായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു മെമ്പറായാലും എന്താണ് കാര്യം? പുള്ളിക്കാരിക്ക് അതൊരു വലിയ കാര്യം, ഭയങ്കര സന്തോഷമാണ്. ആമേൻ.
ആ സമീപനം മാറ്റി നിർത്തുന്ന, ഇവളുടെ വാക്ക് അത്രയും വില കൽപ്പിച്ചാൽ മതി എന്നുള്ള ആ സമീപനം, അങ്ങനെ സങ്കടപ്പെട്ടായിരിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കൂ, ആ ഒന്നിനും കൊള്ളാത്ത, ഉപയോഗമില്ലാത്തതെന്ന് പ്രിയപ്പെട്ടവരും, നീ എൻ്റെ എല്ലാമാണ്, നീയാണ് എനിക്ക് ബലം, നീയാണ് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം എന്നൊക്കെ പറയേണ്ടവർ പോലും മാറ്റി നിർത്തുന്ന, അവഗണിക്കുന്ന അനുഭവത്തിൽ വേദനപ്പെട്ടായിരിക്കുന്ന സഹോദരി, നിൻ്റെ വാക്ക് ആ വീട്ടിലെ അവസാനത്തെ വാക്കാകുവാൻ പോകുന്നു. നീ അവരുടെ ഭാഗ്യമാണെന്ന് അവരുടെ നാവ് കൊണ്ട് പറയുന്ന നാളുകളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ് പ്രിയ ബ്രദർ. ആ തൊഴിലിടത്തിൽ ജോലിക്കാരനാണ്, അതെ ജോലിക്കാരനാണ്, പക്ഷേ ഒരു നായയുടെ വില പോലും ഇല്ല എന്ന് ചിന്തിച്ച്, നിൻ്റെ വാക്കുകൾക്കൊരു വിലയില്ല, നീ കളഞ്ഞിട്ട് പറ്റില്ലെങ്കിൽ പോടാ എന്ന മനോഭാവത്തോടെ അവിടെ തുടരുന്ന അവസ്ഥയുണ്ടല്ലോ, അതിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. നിൻ്റെ ജോലിക്ക് മാത്രമല്ല, നിൻ്റെ അധ്വാനത്തിന് മാത്രമല്ല, നിൻ്റെ വാക്കുകൾക്കും വിലയുണ്ടാകുന്ന സാഹചര്യത്തെ എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. മക്കളെ, നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന സാഹചര്യം അവരുടെ മധ്യത്തിൽ ഒരുക്കപ്പെടുവാൻ പോകുന്നു. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ കൂട്ടം കൂടി നിന്ന് ചിരിക്കുന്ന നോ, ആ സാഹചര്യത്തെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. നോക്കൂ, എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു, സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. വസ്തി രാജ്ഞി, അഹശ്വേരോശ് രാജാവിൻ്റെ പ്രിയതമയായിരിക്കുന്ന സമയം. ആ സ്ഥാനം വസ്തി നഷ്ടപ്പെടുത്തി ആ സ്ഥാനത്തേക്ക് പുതിയൊരുത്തി എൻ്റർ ആവുകയാണ്. അവളുടെ പേർ എസ്തേർ. അവളുടെ പേർ എസ്തേർ. ഒരു പുതിയ സ്ഥാനം, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഒരു പുതിയ സ്ഥാനം, ഒരു പുതിയ, പഴയതല്ല, ഒരു പുതിയ സ്ഥാനം നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയ. പ്രിയ ബ്രദർ, പ്രിയ സിസ്റ്റർ, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. പുതിയ സ്ഥാനങ്ങളെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക. മറ്റുള്ളവരെക്കാൾ നിങ്ങളെ വില കൽപ്പിക്കേണ്ടവർക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരായി മാറുന്ന പുതിയ സ്ഥാനം. നോക്കൂ, ഈ പെൺകുട്ടിയുടെ, അതായത് എസ്തേറിൻ്റെ പാസ്റ്റ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 7-ാമത്തെ വാക്യത്തിൽ ഈ സഹോദരിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇവൾ മൊർദെഖായി എന്ന യഹൂദൻ്റെ ചിറ്റപ്പൻ്റെ മകൾ, അതായത് അർത്ഥ സഹോദരനാണ് മൊർദെഖായി. ഇവളുടെ അപ്പനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തവൾ, അപ്പനും അമ്മയും ഇല്ലാത്തവൾ. അടുത്ത ബന്ധുക്കളായിട്ട് ഈ മൊർദെഖായി മാത്രമേ ഉള്ളൂ. തങ്ങളുടേതല്ലാത്ത രാജ്യത്തായിരിക്കുന്നു. അങ്ങനെ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ലാത്തവൾ. പലരുടെയും സങ്കടം അതാണ്, പാസ്റ്റർ, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല, ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല. സഹോദരി, നിൻ്റെ സങ്കടം അതാ. നീ അവിടെ ഒറ്റയ്ക്കാണ്, അവിടെ ആരുമില്ല. നിനക്കാണെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം, മറ്റുള്ളവരെ ആശ്രയിക്കണം, അതൊട്ടും ഇഷ്ടവുമല്ല. പക്ഷേ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഭയങ്കര സങ്കടമല്ലേ? മറ്റുള്ളവരുടെ ദയ കൊണ്ട് നോ, നീ സ്വന്തം കാലിൽ നിൽക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ് ഡിയർ സിസ്റ്റർ, ഡിയർ ബ്രദർ. നിങ്ങൾ സ്വന്തം കാലിൽ, മക്കളെ കേൾക്ക്, അവിടെ ഇനിയും മറ്റുള്ളവരെ ആശ്രയിച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളോട് ഗിൽറ്റ് തോന്നുന്ന അനുഭവത്തിൽ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ, താങ്ക് യു ലോർഡ്. നോക്കൂ, ആ സമയത്ത് ഇവരുടെ പേര് ഹദസ്സ എന്നാണ്. എന്താണ് ഹദസ്സ? ഹദസ്സ എന്ന പേരിൻ്റെ അർത്ഥം ചെളിക്കുണ്ടിലെ ഞാറ് എന്നാണ്. അതേക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചെളിക്കുണ്ടിലെ ഞാറ്. ആ ഞാറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, അതാർക്കും പ്രയോജനമില്ല. ഞാറാണ്, പക്ഷേ പ്രയോജനമില്ല. ഏറ്റവും ഉപയോഗമുള്ള സാധനമാണ്, പക്ഷേ പ്രയോജനമില്ല. അനുകൂലമല്ലാത്ത സാഹചര്യത്തിലായിരിക്കുന്നു. യെസ്, ദൂത. അവിടെ നിന്ന് അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൈവം ഒരു മാറ്റം തരുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ സഹോദര? നീ ഇന്നായിരിക്കുന്ന അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ്. നിൻ്റെ വളർച്ചയ്ക്കോ നിന്നിലുള്ളത് പുറത്തു കൊണ്ടുവന്ന് നിനക്കും ഒപ്പമുള്ളവർക്കും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന സ്ഥാനത്തല്ല നീ ആയിരിക്കുന്നത്. അവിടെ തുടർന്നാൽ അത് പറ്റത്തില്ല. നിനക്കറിയാം, അടുത്ത സ്ഥാനത്തേക്ക്, അടുത്ത രാജ്യത്തേക്ക് കർത്താവ് നിനക്ക് മുൻപിൽ വഴികൾ തുറക്കുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ചെളിക്കുണ്ടിലെ ഞാറ്, കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെ പറയുന്നത് പോലെ. അതാവസ്ഥ. അതിൻ്റെ ഇടയിൽ നിന്ന് പിള്ളേർ രക്ഷപ്പെടത്തില്ല, അല്ലേ? അവിടെ കിടന്നാൽ രക്ഷപ്പെടത്തില്ല, അതറിയാം. അവിടെ നിന്ന് അവരെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക.
ചില സ്ഥാനങ്ങളെ കർത്താവ് മാറ്റുവാൻ പോകും. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഒരു ദൂത് ഏറ്റെടുക്കുവാനായിട്ട് പറ്റും? ആമേൻ. സ്ഥാനം മാറുവാൻ പോകുക. ചിലരുടെ സ്ഥാനം മാറുവാൻ പോകുക. നിങ്ങൾ ആയിരിക്കുന്ന ആ സ്ഥാനം മീൻസ് അത് ആ ദേശമായിരിക്കാം, ചില ആൾക്കാരുടെ മധ്യത്തിലുള്ള ആ സ്ഥാനമായിരിക്കാം, ചില കൂട്ടുകെട്ട്, അവിടെ നിൽക്കുക കർത്താവ് നിങ്ങളെ മാറ്റുവാൻ പോകുക, പറിച്ചു നടുവാൻ പോകുക. ഇവൾ മൊർദെഖായി എന്ന അർത്ഥ സഹോദരൻ്റെ ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടി തിന്നുകുടിച്ച് അങ്ങനെ കിടന്ന ഒരു പെങ്കൊച്ച. കാരണം ആ രാജ്യത്ത് അങ്ങനെ ഇറങ്ങി നടക്കാനോ ഒരു സാധ്യതയും ഇല്ലാത്തൊരു രാജ്യമാണ്. പക്ഷെ അവിടെ നിന്ന് കൊട്ടാരത്തിനകത്തേക്ക് രാജാവിൻ്റെ പ്രിയപ്പെട്ടവളെന്ന ആ പദവിയിലേക്ക്, പൊസിഷനിലേക്ക് ദൈവം അവളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വരുത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നിങ്ങളോട് പറയുന്നു, അവിധത്തിലുള്ളൊരു ചേഞ്ച് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വരുത്തുവാൻ പോകുന്നു. നോക്കൂ, ഹദസ്സ എസ്തേറായി മാറുകയാണ്. എസ്തേർ എന്ന പേരിനർത്ഥം ആകാശത്തിലെ നക്ഷത്രം, ചെളിക്കുണ്ടിലെ ഞാറ്. ആർക്കും പ്രയോജനമില്ല. എന്നാൽ ആകാശത്തിലെ നക്ഷത്രം അനേകരുടെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ്, അനേകരുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നതാണ്, അനേകർക്ക് ആശ്വാസവും ബലവും പകരുന്നതാണ്, അനേകരുടെ വിടുതലിന്, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ വിടുതലിന് കാരണമായി മാറി. അതെ, ആ ആകാശത്തിലെ നക്ഷത്രം, ചെളിക്കുണ്ടിലെ ഞാറായി നിങ്ങളുടെ ജീവിതം അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുവാൻ ഹദസ്സ മൊർദെഖായിക്കൊപ്പം ചേർന്ന് നിന്നതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ, ഉപവസിച്ചതുപോലെ റെഡിയാണോ? കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസ് ഫാമിലിക്കൊപ്പം നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഒരു മുന്നേറ്റം, 4 പേർ അറിയുന്ന നിലവാരത്തിലൊരു മാറ്റം വേണം, എൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകണം, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ ദിവസങ്ങളിലും രാവിലെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കും. ജോയിൻ ചെയ്യുക. പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും മെസ്സേജ് അവൈലബിൾ ആണ്. വെള്ളിയാഴ്ചയും ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് സ്വാഗതം. പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആരാധനയും ദൈവിക വിടുതൽ ശുശ്രൂഷയും നിങ്ങൾ അനുഭവിക്കുവാൻ, കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ചെളിക്കുണ്ടിലെ ഞാറായി. അതെ, അങ്ങനെ തന്നെ സ്വയം പറയുന്നുണ്ട്, യേശുവേ എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാൻ ആർക്കും പ്രയോജനമില്ലാത്തവനാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കൊണ്ട് പ്രയോജനമില്ല, എൻ്റെ ബന്ധുക്കൾക്ക്, ചാർച്ചക്കാർക്ക്, സുഹൃത്തുക്കൾക്ക് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടായിരിക്കുന്ന മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, യേശുവേ ഇവരെ അങ്ങ് മാനിക്കണമേ, കൊള്ളാകുന്നവരാക്കി അനേകർക്ക് അനുഗ്രഹവും പ്രത്യാശയുമായി ഇവരുടെ ജീവിതം മാറട്ടെ, ഇവരെന്നായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ, മറ്റുള്ളവർക്ക് ബാധ്യതയായി ഭാരമായി തീർന്നവർ അനേകർക്ക് ആശ്വാസവും ബലവുമായി മാറട്ടെ, തൊഴിൽ സാഹചര്യങ്ങളെ സ്വർഗ്ഗം അങ്ങ് അനുകൂലമാക്കി തീർക്കണമേ, ആരുടെ മുമ്പിൽ കൈ നീട്ടുവാനോ തലകുനിച്ച് നിൽക്കുവാനോ അനുവദിക്കരുത്, പുതിയ ജോലികൾ ലഭിക്കട്ടെ, ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ തൊഴിൽ മേഖലയുടെ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടണമേ, വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ സ്വർഗ്ഗം കനിയണമേ, വഴി തുറക്കണമേ, അവസ്ഥകൾ മാറട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ, അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അങ്ങയുടെ നാമത്തിൽ യേശോപ്പ ഇവർ രാജ്യങ്ങൾ കീഴടക്കട്ടെ, നന്മ പ്രാപിക്കട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ വേല ദേശത്തിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇവരെ മുഖാന്തരമാക്കി മാറ്റണമേ, തലമുറകൾ അച്ചടക്കത്തിലും അനുസരണത്തിലും വർദ്ധിച്ചു വരട്ടെ, കൃപയിലും ജ്ഞാനത്തിലും വർദ്ധിച്ചു വരട്ടെ, മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ, ഭവനങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ, ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങളും ജപ്തി നടപടികളും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, ഭവനമില്ലാത്തവർക്ക് ഭവനം, വസ്തുവകളില്ലാത്തവർക്ക് വസ്തുവകൾ, വാഹനങ്ങളില്ലാത്തവർക്ക് വാഹനം നൽകി സ്വർഗം മാനിക്കണമേ. പല പല മത്സര പരീക്ഷകൾ എഴുതിയായിരിക്കുന്നവർ, IELTS, പ്രോമെട്രി, MOH എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ വാഗ്ദത്തത്തിലേക്ക് വഴികളെ തുറന്ന് സ്വർഗം മാനിക്കണമേ. കർത്താവേ, പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന മക്കൾ സ്വർഗം മാനിക്കണമേ. എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ഇതോടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായിത്തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൊള്ളാകുന്നവരാക്കി സ്വർഗം അങ്ങ് തീർക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാപിക്കാം. നാളെ പകൽ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ ശുഭദിനം.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.